കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയെ പ്രക്ഷുബ്ധമാക്കിയത് അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു മാസം മുൻപ് തന്നെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അഴിമതി ആരോപണം. ഫയലുകളുടെ വേഗം ഈ അഴിമതി ആരോപണത്തിന്റെ വീര്യം കൂട്ടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമാകുന്നതിനിടെ നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകുകയാണ്. കാത്തിരിക്കുകയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും കേരളീയ ജനതയും. കാരണം വലിയ പ്രതീക്ഷയുടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിയായിരുന്നു അവരുടെ കുന്തമുന. സതീശൻ ഇതിന് പ്രത്യേക താല്പര്യം കാട്ടിയെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് പല കോണുകളിൽ നിന്നും സംശയത്തിന് ഇടയാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വിഷയത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മദ്യവ്യാപനത്തിന് വഴിവെക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന ആവശ്യം കോൺഗ്രസിലും ശക്തമാണ്. ഇതിന് മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗം ബുധനാഴ്ചയാണ്. സാധാരണ ബുധനാഴ്ചകളിലാണ് മന്ത്രിസഭാ യോഗം ചേരുക. മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ചർച്ചയുണ്ടായേ പറ്റൂ. കാരണം എക്സൈസ് മന്ത്രിക്കടക്കം ഈ വിഷയത്തിൽ വലിയ എതിർപ്പുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗമായ KC വേണുഗോപാൽ ഇതിൽ വ്യത്യസ്ത അഭിപ്രായം പങ്കുവച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ എതിരഭിപ്രായം വന്ന പശ്ചാത്തലം സതീശനെ വല്ലാതെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷയം പ്രധാനമായും അംഗീകരിക്കപ്പെട്ടത് LDF സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ അവർ നടപ്പിലാക്കിയില്ല എന്നുള്ള ഒരു പ്രസക്തി കൂടി ഇതിലുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു മാസമായിട്ടേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു അഴിമതി ആരോപണമാണ്, സംശയമില്ല. മറുപടി പ്രതീക്ഷിക്കണം. എന്താണ് സതീശൻ പറയുന്നത് എന്നാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത്. രഞ്ജിത്ത്, ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം റൂൾ 50 നോട്ടീസ് കൊണ്ടുവന്നിരുന്നു. അത് പരിഗണിക്കാതെ സ്പീക്കർ തള്ളി. അതിനെ തുടർന്ന് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അഴിമതിക്ക് വേണ്ടിയാണ് ഈ നീക്കമെന്ന ആരോപണം, കർണാടകയിൽ നിന്നുള്ള ഒരു കമ്പനിക്ക്, ബക്കാടി കമ്പനിക്ക് നികുതി വരുമാനം കൂട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി അഴിമതി നീക്കമെന്ന ആരോപണം ഉന്നയിച്ചത്. രണ്ടാം ബാർ കോഴ എന്ന മദ്യക്കോഴ എന്ന ആരോപണമാണ് BJP പാർലമെന്ററി പാർട്ടി ഇന്നലെ മുരളീധരൻ സംസാരിക്കുമ്പോൾ മുരളീധരൻ ഉന്നയിച്ചത്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളും സംസ്ഥാനത്ത് മദ്യ അഴിമതി, മദ്യ കുംഭകോണത്തിന് വഴിയൊരുങ്ങുന്നു, അല്ലെങ്കിൽ ബാർ കോഴയ്ക്ക് പിന്നാലെ മറ്റൊരു കോഴ കൂടി വരുന്നു എന്ന വലിയ ആരോപണമാണ്, ഗൗരവമുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. ഇത് മുന്നണിക്ക് പുറത്തുള്ള ഒരു വിഷയം മാത്രമല്ല. VM സുധീരൻ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് 2 കത്ത് നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിക്കഴിഞ്ഞു. KC വേണുഗോപാൽ പക്ഷം പുറത്ത് KC വേണുഗോപാലും സഭയ്ക്കുള്ളിൽ കുഴൽനാടനുമടക്കം ഈ തീരുമാനത്തിലുള്ള അതൃപ്തി വ്യക്തമാക്കുന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും പ്രശ്നങ്ങളുണ്ട്. ലീഗിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അങ്ങനെ VD സതീശൻ വലിയൊരു പ്രതിസന്ധി ഈ അധികാരത്തിലെത്തി ഒരു മാസം പിന്നിടുമ്പോൾ നേരിടുകയാണ്. അതെപ്പോഴും UDFന് തൊട്ടാൽ പോലുന്ന വിഷയമായ UDF സർക്കാരിൻ്റെ പതനത്തിലേക്ക് തന്നെ വഴിവെച്ച മദ്യമാണ് ഇത്തവണയും UDFന് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു ഇഞ്ച് പോലും ഇതിൽ മുന്നോട്ട് പോകേണ്ട നിലപാടാണ് ഇതുവരെ മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിച്ചിട്ടുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നാണ് സ്വാഭാവികമായും ബജറ്റ് പാസ്സാകേണ്ടത്. കാരണം ഫയലുകൾ അതിവേഗത്തിൽ നീങ്ങി എന്നുള്ള ആരോപണം തെളിവ് സഹിതം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. VM സുധീരനെ പോലെ വളരെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ എതിർപ്പുണ്ട്. KC വേണുഗോപാൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എക്സൈസ് മന്ത്രിക്ക് പ്രശ്നമുണ്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംശയം ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ഒറ്റയാനായി ഇത്രയും പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ളപ്പോൾ, പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിൽ ശരിയാണ്, മുന്നോട്ട് പോകാം. പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുള്ളപ്പോൾ, സതീശനെതിരെ അഭിപ്രായമുള്ളപ്പോൾ, അങ്ങനെ മുന്നോട്ട് പോകാൻ ഒറ്റയാനായി സതീശന് സാധിക്കുമോ എന്നുള്ള പ്രസക്തമായ ഒരു കാര്യമുണ്ടല്ലോ. സതീശന് വലിയ പ്രതിസന്ധിയുണ്ട്, വലിയ ആശങ്കയുണ്ട് ഈ വിഷയത്തിൽ. കാരണം ഈ തീരുമാനത്തിൽ നിന്ന് ഒറ്റയടിക്ക് പിന്നോട്ട് പോയാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള 2 കാരണങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, സാമൂഹികമായ ആഘാതമാണ്. സംസ്ഥാനത്ത് ഒരു പുതിയ വിഭാഗം മദ്യപാനികൾ കൂടി സൃഷ്ടിക്കപ്പെടും. ആർക്കും സോഫ്റ്റ് ഡ്രിങ്കുകൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കാൻ കഴിയുന്നത് പോലെ ഇത് വാങ്ങിക്കുടിച്ചാൽ അത് പുതിയ ആളുകൾ കൂടി, പുതിയ പ്രായം കുറഞ്ഞ, ഒരുപക്ഷെ കേരളത്തിൽ സ്ത്രീകളുടെ മദ്യപാനം ഉണ്ടെങ്കിൽ പോലും അവർ അത്ര വലിയ പരസ്യ മദ്യപാനത്തിൽ പലപ്പോഴും പോകുന്നില്ല. ആ സ്ത്രീകൾക്കടക്കം ആർക്കും ഒരു സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങിക്കുടിക്കും പോലെ വാങ്ങിക്കുടിക്കാം. അതൊരു പുതിയ സെഷൻ മദ്യപാനികളെ സൃഷ്ടിക്കും. ഇതാണ്
കഴിഞ്ഞ ദിവസം ബാലഗോപാൽ അടക്കമുള്ളവർ പറഞ്ഞത്. അത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അഴിമതി ആരോപണം. സർക്കാർ അധികാരത്തിൽ വന്ന ഒരു മാസം തികയുമ്പോൾ തന്നെ ഒരു അഴിമതി ആരോപണം വരികയും അതിൻ്റെ പിന്നാലെ ആ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിന്നോട്ട് പോവുകയും ചെയ്താൽ ആ ആരോപണം ശരിവയ്ക്കപ്പെടും, അല്ലെങ്കിൽ ആ ആരോപണം ശരിയെന്ന തോന്നൽ പൊതുജന മധ്യത്തിലുണ്ടാകും. വി ഡി സതീശൻ അത് ആഗ്രഹിക്കുന്നില്ല. ബക്കാടി കമ്പനിക്ക് വേണ്ടിയുള്ള നീക്കമാണെന്ന ആരോപണം ശക്തമായി തന്നെ ഉയർന്നു വരുന്നു. ഫയൽ നീക്കം ശരവേഗത്തിലാണെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. അതിൽ വസ്തുതയുമുണ്ട്. വളരെ വേഗത്തിൽ കഴിഞ്ഞ 3 വർഷത്തോളം കെ എൻ ബാലഗോപാൽ പിടിച്ചുവച്ച ഫയൽ വി ഡി സതീശൻ അധികാരത്തിലെത്തി 3-ാം നാൾ 21-ാം തീയതി അദ്ദേഹത്തിന് മുന്നിലെത്തുന്നു. തിരികെ അദ്ദേഹം അത് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് പരിശോധിക്കാൻ നൽകുന്നു. ടാക്സ് സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തിന് പരിശോധിക്കാൻ നൽകുന്നു. അത് വളരെ വേഗത്തിൽ തീരുമാനമെടുത്ത് ഇപ്പോൾ ആദ്യ ബജറ്റ് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അവിടെ വല്ലാത്തൊരു ധൃതിയുണ്ട് എന്ന വിമർശനം ശക്തമാണ്. അങ്ങനെ വരുമ്പോൾ അത്തരമൊരു അഴിമതി ആരോപണം നിലനിൽക്കുമ്പോൾ അത് പൂർണ്ണമായും പിൻവലിച്ച് പിന്നാക്കം പോയാൽ അത് വി ഡി സതീശന് കളങ്കമായി മാറും അദ്ദേഹം കരുതുന്നു. അഴിമതി മണമുള്ളത് കൊണ്ട് തന്നെ ആ ആരോപണം പിൻവലിക്കേണ്ടി വന്നതെന്ന വിമർശനം ശക്തമാകും. അത് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും 102 അംഗങ്ങളുടെ ഭൂരിപക്ഷമൊക്കെ ഉണ്ടെങ്കിലും അത്ര സുരക്ഷിതമാണോ മുഖ്യമന്ത്രി സ്ഥാനമെന്ന ചോദ്യമൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഒരു അവസരത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എതിരാളികൾ, പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ പക്ഷം കാത്തിരിക്കുന്നു. രമേശ് ചെന്നിത്തലയും വളരെ അദ്ദേഹം തൂഫാനുമായി ലഹരി വിമുക്ത പരിപാടി ഭാഗമായി ഒരു വശത്തേക്ക് പോകുമ്പോൾ അവിടെ ഈ മദ്യവ്യാപനം ഉണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അദ്ദേഹവും വളരെ സൂക്ഷ്മതയുള്ള പ്രതികരണമാണ് നടത്തിയത്. വലിയ പിന്തുണ വിഷയത്തിൽ പൊതുവിൽ വി ഡി സതീശന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് എങ്കിലും അദ്ദേഹം ഇത് പൂർണ്ണമായും പിൻവലിച്ച് പോകാനുള്ള സാധ്യതയില്ല. പകരം സമവായത്തിലൂടെ പിന്നീട് നടപ്പാക്കാമെന്നൊരു നിലപാടാകാം അദ്ദേഹം പ്രഖ്യാപിക്കുക. പക്ഷേ ഒരു പ്രതിസന്ധിയുള്ളത് ഇന്ന് ബജറ്റ് പാസ്സാക്കിയാൽ ഈ 251% നികുതി നേരത്തെ നൽകേണ്ടിയിരുന്നിടത്ത് അത് നേർപകുതിയായി കുറഞ്ഞു വരുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് അതാണ് സാഹചര്യം. ഏതായാലും വി ഡി സതീശന് മുന്നിൽ ആദ്യത്തെ അഗ്നി പരീക്ഷയാണ്. കാരണം വളരെ കോൺഫിഡന്റായി മുന്നോട്ട് പോയ പ്രതിപക്ഷ വിമർശനങ്ങളുടെ കുന്തമുന ഒടിപ്പിക്കുന്ന പല മറുപടികളും നൽകിയ വി ഡി സതീശന് പക്ഷേ ഇപ്പോൾ പ്രതിരോധത്തിലാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട് സംശയമില്ല അക്കാര്യത്തിൽ. അതിനെ എങ്ങനെ അദ്ദേഹം അതിജീവിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.